എൻ്റെ നാട്ടിലെ വലിയൊരു ഉത്സവമാണ് താലപ്പൊലി. താലപ്പൊലി ആയെന്ന് എല്ലാവരും കാവ് പോകും. കല്യാണം കഴിഞ്ഞവരൊക്കെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന സമയമാണത്. അങ്ങനെ ഞാനും എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ അമ്മയും ആദവും ഞാനും കൂടെ കാവിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മുന്നിൽ തന്നെ അറിയാത്ത ആരോ ആണ് കാവ് പോകുന്നുണ്ടെങ്കിൽ വാന്ന് പറഞ്ഞൊരു ഓട്ടോ കിട്ടി. അവിടുന്ന് ഓട്ടോന്ന് കുറച്ചധികം പോകാനുണ്ട് ബസ്സിൽ. അവിടെ എത്തിയപാടെ വാ കയറിയെന്നും പറഞ്ഞൊരു കാവിലേക്ക് തന്നെ വെള്ളം കൊണ്ടുപോകുന്നൊരു വണ്ടി കിട്ടി. ആരാണെന്നൊന്നും അറിയില്ല. ഞങ്ങൾ കയറി. കാവിലേക്കാണ് വെള്ളം കൊണ്ടുപോകുന്നതാണ്, വാ കയറിയെന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടും നടക്കാതെ നേരെ കാവിൻ്റെ നേരെ ഫ്രണ്ടിൽ എത്തിച്ചു തന്നു. അവിടെ നിന്ന് നോക്കിയ കാവ് കാണാം. ആദൂനും എനിക്കും അമ്മക്കൊക്കെ സന്തോഷമായി. എന്നിട്ട് ഞാൻ ആദൂനോട് വണ്ടി ഇറങ്ങിയപ്പോൾ പറഞ്ഞു, നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ എന്ന്. ഇതാണ് കാവ്. ഞാൻ ഒട്ടാകെ 2ാമത്തെ തവണയാണ് അവിടെ പോകുന്നത്. ഒരുപാട് പണ്ട് കുഞ്ഞുനാൾ ഒന്നിച്ച് പഠിച്ച ഒരുപാട് പേരെ കാണാൻ പറ്റുന്ന അവസരമാണ് അവിടെ. പക്ഷെ ഞാൻ പോയപ്പോൾ ആരെയും കണ്ടില്ല. കാരണം എല്ലാവരും വന്ന് പോയിട്ടുണ്ടാവും. ഞങ്ങളവിടെ എത്തി. എൻ്റെ സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറയും കുറ്റിയാട്ടൂർ കാവിൽ പോയി. അന്നൊക്കെ വലിയ പൊട്ടും എന്താ പറയുക കുറേ കളറ് വളകളൊക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ അന്ന് ഇതുവരെ കാവ് പോയിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഏതോ ഒരു വർഷം ആണ് ആദ്യമായിട്ട് പോയിട്ടുള്ളത്. ഇത് ഞാൻ പോകുന്നത് 2nd ടൈമാണ്. അതുവരെ ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. കാവ് കുറ്റിയാട്ടൂർ കാവ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ പോയിട്ടുണ്ടായിരുന്നില്ല. നല്ല ആൾക്കാരുണ്ടായിരുന്നു. തീർച്ചയായും ഉത്സവമായതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടെ തെയ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2-3 തെയ്യങ്ങളുണ്ടായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ആദും അമ്മയും എങ്ങനെയൊക്കെയോ കുറി വാങ്ങി. ആദൂനൊക്കെ നിന്ന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. പിന്നെ അവൻ തെയ്യത്തിൻ്റെ അടുക്ക് പോയിരുന്ന് തെയ്യത്തിൻ്റെ അടുക്കുന്ന കുറി വാങ്ങിയിട്ട് വന്നു. ഞാൻ ആ കുറി എടുത്തു. കാരണം ഉച്ച വരെ ഉണ്ടായാലും ആ ക്യൂ തീരില്ല. എല്ലാ ആൾക്കാരുണ്ടായിരുന്നു. സാധാരണ എൻ്റെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സിനെ ഇവിടുന്ന് കാണാറുണ്ട്. തവണ ആരെയും കണ്ടില്ല. ഇതാണ് കേട്ടോ കലശം. അവർ രണ്ടുപേരും കുറേ തെയ്യുണ്ടായിരുന്നു അവിടെ. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കുറി വാങ്ങി. ഞാൻ ആദൂൻ്റെ കുറി വെച്ച് ഒപ്പിച്ചു. പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനൊന്നും നിന്നിട്ടില്ല. കാരണം അത്രയും തിരക്കായതുകൊണ്ട് തന്നെ ഒരുപാട് എത്തി പറയാനും തെയ്യം നിന്നില്ല. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളൊരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ താഴെ ഇറങ്ങി. അതൊക്കെ ആദ്യമായിട്ടാണ് കട്ടൻ ചായ കുടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചവിട്ടിയത്. അതുവരെയും നേരെ കാവിൻ്റെ നേരെ മുറ്റത്തെത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി വന്നു. എന്നിട്ട് ഇപ്പോൾ ഏതൊരു തെയ്യമുണ്ട്. തെയ്യത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഓരോ തെയ്യം തുടങ്ങുമെന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. മുകളിൽ ഭക്ഷണമൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മുകളിൽ പോയി ഇരുന്നു. മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ ഇത്. നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം വരെയും പരിപാടി ഉണ്ടാകും. ഞങ്ങൾ പെട്ടെന്ന് വന്നു. ആ നാട്ടുകാർ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാകും. ആ വെയിലത്ത് തെയ്യം കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നിന്നിട്ടും ഉണ്ടാകും. ഓരോ നാട്ടിലെ ഓരോ വികാരം. കണ്ണൂർക്കാരുടെ വികാരമാണല്ലോ തെയ്യം. ഇതിൽ ഒരുപാട് അറിയുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ തന്നെ.
അങ്ങനെ ഞാനും അതും അമ്മയും തിരിച്ച് നടന്നു, വീട്ടിലേക്ക് നടന്നു. തിരിച്ച് വരുമ്പോഴും അതേപോലെ എന്താ പറയുക, ദേവി സഹായിച്ചു എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് വാഹനം കിട്ടിയിരുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. ആരുടെയോ വാഹനം സുരക്ഷിതമായിട്ട് പോയി, അതേപോലെ തിരിച്ചു വന്നു. അത് അങ്ങനെ ഒരു സ്റ്റെതസ്കോപ്പും പിന്നെന്താ വേറെ 2 വണ്ടിയൊക്കെ വാങ്ങി ഹാപ്പി ആയിട്ട് വന്നു. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ എല്ലാ പെൺമക്കളും അവരുടെ സ്വന്തം വീട്ടിൽ വന്നിട്ടുണ്ടാകും. ഈ കാവ് പോയി തിരിച്ചു വന്ന് അന്ന് തിരിച്ചു മടങ്ങുകയും ചെയ്യും.